ശത്രു യഥാർത്ഥത്തിൽ നമ്മുടേത് ആരാണ്? ഓറഞ്ചാപ്പിൾ എപ്പോഴും പറയാറുള്ളതോ അറിവില്ലായ്മയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കളിലൊന്ന്. ഇഗ്നോറൻസ് ഈസ് അവർ എനിമി. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു അറിവില്ലായ്മയുടെ കൂടെ തന്നെ നമ്മൾ കൂടിയാണ്. അവനവനാണ് അവനവന്റെ ഏറ്റവും വലിയ ശത്രു. അവനവന്റെ മിത്രവും അവനവൻ തന്നെ, ഏറ്റവും വലിയ മിത്രം. തന്നെ താനല്ലാതാക്കുന്നത്, എന്നെ ഞാനല്ലാതാക്കുന്നതും, എന്നെ ഞാനാക്കേണ്ടതും എന്നെ ഞാനാക്കി വളർത്തേണ്ടതും ഒക്കെ ഞാൻ തന്നെ. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എന്റെ തോന്നലുകളും എന്റെ ചിന്തകളും എന്റെ മനോമുഖരങ്ങളിൽ മുട്ടിട്ട് വരുന്ന ഓരോ പുതിയ ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വഴി കാണിച്ചു തരുന്നത്. ആളുകൾ പറയുന്നത് കൊണ്ട് നമുക്ക് വഴി കാണണമെന്നില്ല. ഒരാളോട് വഴി ചോദിച്ചാൽ പോലും പറഞ്ഞു തന്ന വഴിയെ മനസ്സിൽ ഇമേജിൻ ചെയ്ത് നോക്കി ആ ഇമാജിനേഷനെ ബേസ് ചെയ്ത് ഒരു ചിന്തയിൽ നിന്നൊരു വഴി ഉണ്ടാക്കി ആ വഴിയിലൂടെ പോകുന്ന മനുഷ്യനാണ് മനുഷ്യൻ. അതായത് ആരെന്തു പറഞ്ഞാലും അതിനെ തൻ്റെ ചിന്തയിൽ കൊണ്ടുവന്ന് അതിനെ ഇമാജിൻ ചെയ്ത് സങ്കല്പിച്ചു നോക്കി അതിനനുസൃതമായിട്ട് മാത്രം തൻ്റെ പ്രാക്ടിക്കൽ ആക്ഷന് വേണ്ടി മുതിരുന്നവനാണ് മനുഷ്യൻ. അപ്പോ ആളുകൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മളുടെ വഴി കണ്ടുപിടിക്കുകയോ വഴി തെളിയിക്കുകയോ വഴി വെട്ടുകയോ നമ്മുടെ അവർ പറഞ്ഞ വഴിയിലൂടെ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ആര് പറഞ്ഞിട്ടാണ് പോകുന്നത്? നമ്മൾ പറഞ്ഞിട്ട് തന്നെ, നമ്മുടെ ചിന്തകൾ. അപ്പൊ ഈ നമ്മുടെ ചിന്തകളാണ് നമ്മെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ മാത്രം തിരഞ്ഞെടുക്കുകയും അത് അവനവന്റെ ചിന്തകൾക്ക് വളർച്ച കൂട്ടുവാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതുവഴി മികച്ച ചിന്തകളിലൂടെ മികച്ച വഴികൾ വെട്ടിയുണ്ടാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ഒരു മികച്ച വ്യക്തിയുടെ മികവാർന്ന ചിന്തകളും പ്രവൃത്തികളും. ഇനി അത് മികവിന് വിരുദ്ധമായി വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത നെഗറ്റീവായ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആ രൂപത്തിലേക്കാണ് ചിന്തകൾ പോകുന്നതെങ്കിൽ അത് നമ്മെ വീണ്ടും നശിപ്പിക്കും. പലപ്പോഴും ആളുകളോടൊന്ന് പുഞ്ചിരിച്ചാൽ പോലും ആളുകൾക്ക് സംശയം, സി അയാൾ എന്തിനാ എന്നോട് പുഞ്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയാൽ അതിൻ്റെ അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി ഞാൻ റിസീവ് ചെയ്തിട്ട് എൻ്റെ ചിന്തകളിൽ നിന്ന് ഞാൻ ഉടലെടുപ്പിച്ച അല്ലെങ്കിൽ തുടങ്ങി വെച്ച ചിന്ത വളരെ നെഗറ്റീവായ സംശയദൃഷ്ടിയോടു കൂടിയ സംശയത്തോടു കൂടിയ ഒരു ചിന്തയാണ്. നീ എന്നെ വല്ലാതെ സുഖിപ്പിക്കുന്നുണ്ടല്ലോ മോനെ, എന്തോ ആവശ്യം നിനക്ക് നേടാനുണ്ടെന്നോ എന്ന് അമ്മ മകനോടോ മകളോടോ ഒക്കെ പറയാറുള്ളത് പോലെ എല്ലാറ്റിനും എതിരിൽ അതിന് ഒരു കാരണം കണ്ടെത്താൻ മനുഷ്യന്റെ മനസ്സ് ശ്രമിക്കുന്നു എന്നുള്ളത് ആ ഇമാജിനേഷൻ എളുപ്പമാക്കും. സി നമ്മുടെ സംശയം അവസാനിപ്പിക്കുകയും ആളുകളെ നേർക്കുനേരെ ഉൾക്കൊള്ളുകയും ആവശ്യമാണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി. ഇവിടെ നമുക്ക് പറ്റുന്നത് എന്താ പറയുക, ഈ ലൈൻ തെറ്റിപ്പോകും. ആളുകളെ നല്ല രൂപത്തിൽ എടുക്കണമെന്നും ആളുകളെ വിശ്വസിക്കണമെന്നും ആളുകളെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ജീവിതം പാഴായി പോകുമെന്നും ശരിയാവില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആളുകൾ അവിടെ അഡമൻ്റായിട്ട് അല്ലെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം, ആളുകൾ എല്ലാവരും പാവമാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് എല്ലാം കേൾക്കുക അല്ല. വാക്കുകൾ സൂക്ഷിച്ച് കേൾക്കുകയും അതിൽ ആവശ്യമുള്ളത് കാര്യമുള്ളതിനെ മാത്രം എടുത്താൽ മതി. അത് തന്നെയാണ് യൂണിവേഴ്സൽ ലോ. അല്ലാതെ എല്ലാം നമ്മളുടെ ലൈഫിലേക്ക് എടുക്കാൻ കഴിയില്ല. ഒരാൾ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പൊതുസഭയിൽ പോയിരുന്ന് 2 4 മണിക്കൂറോ കേട്ടാൽ മുഴുവനായും കേൾക്കുകയും അതിന് ആവശ്യമുള്ളതിന് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെടുത്തെങ്കിലും
നിങ്ങൾ എടുക്കാതെ പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആൾ എടുത്തിട്ടുണ്ടാകും, അയാൾക്കത് ആവശ്യമുണ്ടാകും. അപ്പൊ ആവശ്യമുള്ളതിനെ എടുക്കേണ്ടതുള്ളൂ. അല്ലാതെ ആ 4 മണിക്കൂർ അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ 240 മിനിറ്റ് അവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ എല്ലാ മികച്ചതും അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആളുകളെ നന്നായി വിശ്വസിക്കുകയും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തതായതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്ന രൂപത്തിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും നോക്കുന്നത്, ആ പറഞ്ഞ പോയിന്റ് എനിക്ക് മാച്ചിങ് ആണ്, അതെനിക്ക് പറ്റും, അതെനിക്ക് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് തോന്നുന്ന ഒരു തോന്നലുകൾ, അത് ഈ ചിന്തയാണ്, ചിന്താമണ്ഡലത്തിൽ വരുന്ന ഒരു ബേസ് ആയിട്ടുള്ള ഒരു സീഡിൽ നിന്ന് നമ്മൾ ഒരുപാട് ചിന്തകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും അത് പ്രസരിപ്പിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മളുടെ ശരിയായ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ, നം ഏത് മനുഷ്യനാണ് നമ്മുടെ ശത്രു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനാണോ അമ്മയാണോ മകളാണോ മകനാണോ മറ്റു പലരുമാണോ നമ്മുടെ ശത്രു എന്ന് ചോദിച്ചാൽ അല്ല. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ശത്രുതാപരമായ നയങ്ങളും തീരുമാനങ്ങളും പെരുമാറ്റങ്ങളും എമോഷണൽ മിസ്ബിഹേവിയേഴ്സും മിസ്കണ്ടക്റ്റിങ്ങും എല്ലാം നമ്മൾക്ക് വളരാൻ ആവശ്യമായ വഴികൾ തുറക്കലാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഇത് എനിക്ക് എന്താണെന്നറിയില്ല, തൊട്ടത് മുഴുവനും പ്രശ്നമാകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും മികച്ച യാത്രയിലാണ്. അപ്പോൾ എല്ലാം പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഈ എത്രയും പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സൽ എനർജി നിങ്ങളോട് പറയുന്നു. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒരുപോലെ ഒരേ സമയത്ത് പരിഹരിക്കാനുള്ള ശക്തി ആർജിക്കലാണ് അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനുള്ള ഏറ്റവും ചുരുങ്ങിയ മാർഗം, ഏറ്റവും വലിയ മിനിമം മാർഗം. ആ മിനിമം മാർഗം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് മുമ്പിൽ 4 5 പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഒരുമിച്ച് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇംപ്രൂവൈസ് ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു പ്രാക്ടിക്കൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് പ്രാക്ടിക്കൽ ഓപ്പർച്യൂണിറ്റിയിലൂടെ അല്ലാതെ മനുഷ്യൻ വളരുകയോ വളർത്തുകയോ ഉയരുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നമുക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാം. ഒരാൾ നമ്മളോട് അസൂയയോടുകൂടി പെരുമാറി, അത് നമുക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാൾ നമ്മളോട് മിസ്കണ്ടക്ട് ചെയ്തു, മിസ്ബിഹേവ് ചെയ്തു, അത് നമുക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാൾ നമ്മളോട് ശക്തമായി മോശമായി പ്രവർത്തനങ്ങൾ ചെയ്തു, എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ആവാം, ഇതൊക്കെ നമുക്ക് വളരാനുള്ള ഒരു അവസരമാണ്. യാത്രയിലുടനീളം പലപ്പോഴും മോശമായിട്ട് ആളുകൾ ബിഹേവ് ചെയ്യും, നിങ്ങൾ ചിരിച്ചിട്ടും തിരിച്ചു ചിരിക്കാത്ത ആളുകൾ, ഇതെല്ലാം നമുക്ക് പഠിക്കാനാണ്. അവസരങ്ങൾ കിട്ടാതെ ഒരു മനുഷ്യൻ നന്നാവുന്നില്ല എന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യൻ ഉപദേശങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരാണ്. ഉപദേശങ്ങളുടെ മുഴുവൻ മുമ്പിലും പോയിരുന്നാലും ഇതൊക്കെ ഉപദേശമാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ പോലും ഉപദേശങ്ങൾ കേൾക്കുകയോ അത് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്നതിൽ നിന്ന് വളരെ കുറവാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ മനുഷ്യനേക്കാൾ മികച്ച ആരും ഉണ്ടാവില്ലല്ലോ ലോകത്ത്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ നന്നാവാൻ എന്നത് മനുഷ്യന് ഉപദേശത്തെക്കാൾ പ്രധാനം അനുഭവിച്ചറിയാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അതുകൊണ്ടാണ് എത്ര മക്കളെ ഉപദേശിച്ചാലും രക്ഷിതാക്കൾക്ക് അവസാനം വലിയ ടെൻഷനായി മാറുകയും അവസാനം അവൻ അതേ വിഷയം അനുഭവിക്കുമ്പോഴാണ് അവൻ തിരിച്ചു വന്നത്, നിങ്ങളെന്ന് പറഞ്ഞത് ശരിയാണ്, അനുഭവിച്ചേ അറിയും. അപ്പോൾ ശത്രു ആരാണ്? ശത്രു അവനവനാണ് അവന്റെ ശത്രു. അവനവന്റെ ചിന്ത, അവനവന്റെ വാക്കുകൾ, അവനവന്റെ പ്രവൃത്തികളാണ് അവനവന്റെ ഏറ്റവും വലിയ ശത്രു, അല്ലെങ്കിൽ അവനവന്റെ ഏറ്റവും വലിയ മിത്രം. അപ്പോൾ സ്വന്തം മിത്രമാകുവാൻ അവനവന് കഴിയില്ലെങ്കിൽ പിന്നെ ആർക്ക് സാധിക്കും? മറ്റുള്ളവരെ സംശയത്തോട് കാണുക, കാര്യങ്ങളെ ഒക്കെ സംശയത്തോടു കൂടി വീക്ഷിക്കുക, എല്ലാറ്റിലും മോശപ്പെട്ടത് കണ്ടുപിടിക്കുവാനുള്ള ഭൂതക്കണ്ണാടി എടുത്തുകൊണ്ട് നടക്കുക, അതിന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കത്തിലും ഉറക്കമൊഴിച്ചും രാത്രിയിൽ ഉറക്കമൊഴിച്ചും പകൽ ഉണർന്നിരുന്നും ഒക്കെ പല രൂപത്തിലും അതിനെ ചിന്തിച്ച് വ്യാഖ്യാനിച്ച് മറ്റുള്ളവരിൽ കേൾപ്പിച്ച് അറിയിച്ച് കാര്യങ്ങളെ മോശമായ രൂപത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള നമ്മുടെ മനസ്സ് നമ്മുടെ ശത്രുവാണ്. കാരണം എന്താണ്? ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി, ഏറ്റവും വലിയ കൾച്ചറൽ ഡാമേജിങ്, അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്തുന്നു, നമ്മളുടെ എബിലിറ്റി നഷ്ടപ്പെടുത്തുന്നു, നമ്മളുടെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നു. ഇതിനൊക്കെ നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. അപ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് നഷ്ടപ്പെട്ട് മനസ്സിന്റെ ശക്തി ചോർത്തിക്കളയുന്ന ഒരു സ്വയം പരാജയം സൃഷ്ടിക്കുന്ന ഒരാളായി മാറാതിരിക്കുക.
എല്ലാവരെയും വിശ്വസിക്കാനും സംശയിക്കാതിരിക്കുവാനുമുള്ള പാഠം നമ്മുടെ ശത്രുവിനെ ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ വലിച്ച് തൊട്ടടുത്തുള്ള തോട്ടിൽ കളഞ്ഞില്ലെങ്കിൽ, പുഴയിൽ എറിഞ്ഞില്ലെങ്കിൽ, കടലിൽ ചുരുട്ടി വലിച്ചെറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഇനി എന്ന് നന്നാകും എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ്. ആളുകളെ നേർക്കുനേരെ കാണുവാനും ഇഷ്ടപ്പെടുക, ആളുകളെ നല്ല രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ ഇഷ്ടപ്പെടുക, ആളുകളെ മനസ്സിലാക്കുന്നത് വിശാലമാവാൻ വേണ്ടി ഉൾക്കൊള്ളുക, ഇഷ്ടപ്പെടുക. ഇതിനപ്പുറത്തേക്ക് ഒരു കുടുസായ ചിന്തയോടുകൂടി, കൂർമ്മബുദ്ധിയോടുകൂടി, മികവില്ലാത്തൊരു ചിന്തയോടുകൂടി ആളുകളെ കാണാതെ, വിഭാഗീയതയോടെ, വ്യത്യസ്തമായ വർഗീയതയോടുകൂടി, നിറഭേദങ്ങളോടുകൂടി കാണുന്ന മോശപ്പെട്ട ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കടന്നാൽ എല്ലാ മനുഷ്യരും യുണീക്കാണ്, അതുല്യമാണ്, മികവുറ്റതാണ്, വളരെ നല്ല മനുഷ്യരാണ്. ഈ നല്ല മനുഷ്യരോടുകൂടി മികച്ച കാര്യങ്ങൾ ചെയ്യാൻ, മികവാർന്ന രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലസ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. Signing off, Askar Tenyipalam, live from this day, 23 February 2025. Love you all and God bless. We'll see you tomorrow, inshallah.